ഡോക്ടർ വേണ്ട സാർ, അവരെ ഡിസ്റ്റർബ് വേണ്ട. എന്തായി ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ ബോധം വീണാൽ ആശയ്ക്ക് വകയുണ്ട്. അതും വെറും ഹോപ്പ്. 4 ബുള്ളറ്റ്സ് റിമൂവ് ചെയ്തു. നെഞ്ചിലൊരു ഡീപ്പ് ഇഞ്ചുറി. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടോ സംശയം. എല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. ഡോക്ടർ, അരവിന്ദേട്ടന് പേഷ്യന്റ് ബോധം തെളിഞ്ഞു. How is he? ഇംപ്രൂവ് ഡോക്ടർ. ഇഞ്ചക്ഷൻ എടുക്കൂ. കൊച്ചമ്മേ, മണി 6 ആ, റീസ ഇവിടെ തന്നെ കാണണം. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ബോധം തെളിഞ്ഞു അല്ലേ? ഡോക്ടർ പ്രകാശ് ഫോൺ ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്. ആരാ നണിയമ്മ വെളിയില്? എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാ, അവർ കുഞ്ഞിനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത്. അവർ ദൂരെ എങ്ങാണ്ടെന്ന് വരിക. വിളിക്ക്. ദേ വിളിക്കുന്നു. എന്താ? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ ഇത്? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയണം. നിങ്ങൾ ആരാ? എന്ത് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം, പകരം വീട്ടരുത്. എന്റെ മോനെ കൊല്ലരുത്. ഞാൻ അരവിന്ദന്റെ അമ്മയാണ്. അവന്റെ ജീവനിപ്പോ കുഞ്ഞിന്റെ കയ്യില. കൊല്ലണമെങ്കിൽ കൊല്ലാം. ചോദിക്കാനും പറയാനും ആരുമില്ല, ദൈവമല്ലാതെ. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ അവിടെ ആശുപത്രിയിലുള്ള എല്ലാവരും പറയണത്. രക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്ന് പോലീസുകാർ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ കരുതാനൊക്കോ കുഞ്ഞെ? ഞാൻ പെറ്റതള്ളയല്ലേ. തൂക്കാൻ കൊണ്ടുപോണതിന് മുമ്പ് നല്ല ജീവനോടെ എനിക്ക് അവനൊന്ന് കാണണം, സംസാരിക്കണം. അവനും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. എനിക്കെല്ലാം അറിയാം കുഞ്ഞ്. മറക്കണമെന്നും പൊറുക്കണമെന്നും കുഞ്ഞിനോട് പറഞ്ഞ അത് തന്നെ ഒരു തെറ്റല്ലേ? പഠിപ്പും വിവരവും ഇല്ലെങ്കിലും ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവനായിരുന്നു എൻ്റെ അരവിന്ദ്. പക്ഷേ
അവസാനം അവൻ ചെയ്തത് ആരും ക്ഷമിക്കാത്ത കുറ്റമായിരുന്നു. എന്നാലും എനിക്കെന്റെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കരുതിയാ മതി. എന്റെ മോനെ രക്ഷിക്കണം കുഞ്ഞെ. മോളെ, എന്താ ഇതൊക്കെ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ല കുഞ്ഞ്. ദൈവത്തെ ഓർത്തത് വാങ്ങണം. ഇപ്പൊ ചെന്ന ഒരു ബസ്സുണ്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. എന്തിനാ കരയുന്നേ? ഏതായി കുട്ടി? അരവിന്ദന്റെ മോള കുഞ്ഞുലക്ഷ്മി. ഇവളെ പെറ്റപ്പിളെ ഇവളെ തള്ള മരിച്ചു. എനിക്ക് അച്ഛനെ കാണണം. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? 2 ദിവസം കൊണ്ട് നോർമലാവുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ സാവിത്രി എവിടെ? റൂമിലുണ്ടാവും. ഇല്ല, ഊണ് കഴിക്കാൻ പോയി. ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉണ്ടാവും. ഡോക്ടർ സാവിത്രി, ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ ആ, തുടങ്ങിയായിരുന്നു. അരവിന്ദനെ കണ്ടില്ലേ? കണ്ടു. അത് പറയാൻ വേണ്ടി തന്നെയാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അടുത്ത ജൂണിൽ പെൻഷൻ. അതിനു മുൻപ് ഇങ്ങനൊരു ബാഡ് റിമാർക്ക് കൂടി പിരിഞ്ഞു പോകുന്നോർത്ത് വിഷമം. ഈ വയ്യാവയിൽ എങ്ങനെയൊന്നും നടക്കാറായാൽ എടുത്ത് അകത്തിടണം. പിന്നെ സർക്കാർ തൂക്കിക്കൊല്ലോ തല്ലിക്കൊല്ലോ എന്ത് വേണേ ചെയ്തിട്ട് എന്റെ തല ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഹോം മിനിസ്റ്റർ ഇന്നലെ ഡോക്ടർ സാവിത്രിയുടെ പേര് പല പ്രാവശ്യം റെഫർ ചെയ്തു. പുള്ളിക്കാൻ ഇതുവരെ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങേര് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എതിർ കക്ഷിയിൽപ്പെട്ട ഒരാള് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ എറിക്കാൻ അത് മതി. വരട്ടെ. റൈറ്റ്.